ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ വാനില കേക്കിന്റെ റെസിപ്പിയാണ്. ഒരുപാട് പേര് ഹോം ബേക്കേഴ്സ് ആണ് ആവശ്യപ്പെടുന്നത്. കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് വാനില കേക്കിന് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കിനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എഗ്ലെസ് വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ റെസിപ്പിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ വാനില കേക്കിന്റെ റെസിപ്പിയാണ്. ഈ ഒരു കേക്കും ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബർത്ത്ഡേക്കൊക്കെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് പല കേക്ക് റെസിപ്പീസും ആവശ്യപ്പെടുന്നുണ്ട്. ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ ഇന്നലെ എത്തിയതേ ഉള്ളൂ നാട്ടിൽ നിന്ന്. അപ്പോൾ ഇനി ഉടനെ തന്നെ ഓരോ റെസിപ്പീസായിട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ബേസ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ എടുക്കാം. 1 കപ്പ് എന്ന് പറയുന്നത് 200 ml ആണ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. നമ്മളെല്ലാം സാധാരണ ബേസിന് എടുക്കുന്ന പോലെ തന്നെയാണ്. നമുക്കൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് മിക്സിയിലാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ബീറ്റർ ഉള്ളവർ ബീറ്റർ കൊണ്ട് തന്നെ ചെയ്താൽ മതി. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അടിക്കാം. അതിപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. ഒരു 30 സെക്കൻഡൊക്കെ തന്നെ അടിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ 1/4 കപ്പ് ഒഴിച്ചിട്ടുള്ള ബേസും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ ബേസ് ആയാലും അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിൽ ഓയിൽ കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്ചറിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇതൊന്ന് അടിച്ചിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ഇട്ട് കൊടുക്കാം. മൈദ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതോടെ ഇട്ടിട്ട് നമുക്ക് ആ പ്രസ് ബട്ടൺ വെച്ച് 2-3 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും. അപ്പം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കഴിയട്ടോ മിക്സിയിൽ അടിക്കുമ്പോൾ. ഇപ്പോൾ നമ്മളിപ്പം മിക്സിയിലോട്ട് തന്നെ നമ്മൾ പൊടിയിട്ടാലും പ്രശ്നമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ചിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 8.5 ഇഞ്ച് വരുന്ന ട്രേ ആണ്. 8 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. അത് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ആ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനാണ്. ഇതിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ട് പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവൻ സെറ്റപ്പാണ്. അതിലേക്ക് നമുക്ക് കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 25 തൊട്ട് 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ ഒരു സ്മെല്ല് സാധാരണ കേക്കിൻ്റെ അത്രയും ഉണ്ടാവില്ല എന്ന്. അതെന്തുകൊണ്ടാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വരുന്നതാണ്. ഇതിപ്പം കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഒന്നും പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല, ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബേക്കിംഗ് ക്ലാസ്സിൽ. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. അതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഷുഗർ സിറപ്പാണ്, സിമ്പിൾ ഷുഗർ സിറപ്പാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇന്നിപ്പോൾ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് മിൽക്കിൻ്റെ മിക്സ് എടുക്കാം കേട്ടോ. നമ്മുടെ പിസ്താഷ്യോ കേക്കിൻ്റെ മിൽക്കിൻ്റെ മിക്സ് എടുക്കാം, ട്രസ്ലെച്ചസ് കേക്കിൻ്റെ മിൽക്ക് മിക്സ് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു സിമ്പിൾ വാനില കേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഷുഗർ സിറപ്പാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരേപോലെ പൊങ്ങിയിട്ടാൽ, നടുഭാഗം ഒന്നും പൊങ്ങി ഒരുപാട് ഗോപുരം പോലെയൊന്നും ആയിട്ടില്ല. നമുക്കത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സാധാരണ ഞാൻ നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നീളമുള്ള കത്തി ഉണ്ടെങ്കിൽ ആ കത്തി വെച്ചിട്ടോ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ നൂല് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഫസ്റ്റ് ലെവൽ സോക്കിംഗ് ആണ്. ഇത് സോക്ക് ചെയ്തിട്ട് ഒരുപാട് സമയം നമ്മൾ പുറത്ത് വെക്കരുത്. സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ സോക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സിറപ്പ് മുഴുവനും സോക്ക് ചെയ്യാനായിട്ട് എടുക്കണേ. അപ്പോൾ ഒന്ന് സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ടേൺ ടേബിളിൻ്റെ മേലേക്ക് ഞാനൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ടേൺ ടേബിൾ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ കണ്ടാൽ മതി. അതിനകത്ത് ഹോം മെയ്ഡ് ടേൺ ടേബിൾ ഉണ്ട്. അപ്പോൾ അതിൽ കേക്ക് ബോർഡിൻ്റെ ആവശ്യവും ഇല്ല. സോക്ക് ചെയ്തിരിക്കുന്ന കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം.
ഏറ്റവും മുകളിലത്തെ ലെയറാണ് കേട്ടോ ഏറ്റവും അടിയിൽ വെക്കുന്നത്. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ക്രീം വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം. അതേപോലെ നമുക്ക് അടുത്ത ലെയർ വെക്കുകയാണ്. സിറപ്പ് ഒഴിക്കുകയാണ്. ക്രീമും തേച്ച് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയർ എന്ന് പറയുന്നത് കേക്കിൻ്റെ ഏറ്റവും അടിയിലത്തെ പോർഷനാണ്. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കഴിഞ്ഞ വീഡിയോയിലും ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് അടിയിലത്തെ ലെയറാണോ എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ. തിരിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. അതായത് നമ്മൾ ക്രീം ചെയ്യുന്ന സമയത്ത് ക്രംസ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ അങ്ങ് ജസ്റ്റ് ഒന്ന് ആ സ്പാച്ചുല കൊണ്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ ആ സ്ക്രേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. ആ സ്ക്രേപ്പർ വെച്ച് തിരിക്കുന്ന സമയത്ത് ക്രീം ആയിട്ടുണ്ടെങ്കിൽ ആ ക്രീം മാറ്റി വെച്ച് വേണം അടുത്ത ഒന്നുകൂടെ ഒന്ന് കറക്കി കൊടുക്കാനേ. അതപ്പം ഒന്ന് ഷേപ്പായിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് മോൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പലർക്കും ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ക്രീം നല്ല സ്റ്റിഫായിരിക്കണം കേട്ടോ. നമ്മളിപ്പം കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ കേക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത പ്രാവശ്യം പാലറ്റ് നൈഫ് വെക്കുന്നതിന് മുമ്പ് ക്രീം മുഴുവൻ മാറ്റി ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം അടുത്ത പ്രാവശ്യം പാലറ്റ് നൈഫ് കേക്കിൻ്റെ മുകളിൽ വെക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അത് മതി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗ് കൊണ്ട് ജസ്റ്റ് ഒന്ന് നീളത്തിലങ്ങ് ക്രീമാക്കി കൊടുക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അങ്ങ് നീളത്തിലങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഇനി ഞാനിതാ പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ എവിടെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ടെൻഡർ കോക്കനട്ട് കേക്കിൽ ചെയ്തിട്ടില്ലേ കളർ ഒഴിച്ചില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു. എളുപ്പമാണ് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത്. നമ്മൾ പാത്രത്തിലാക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് അങ്ങ് മിക്സ് ആക്കണ്ട. ഒരു ഷെയ്ഡ് കിട്ടണം, അതിന് വേണ്ടിയാണ്. ഇനി ഞാനിതാ ഈ ഒരു നോസിലാണ് കേട്ടോ എടുക്കുന്നത്. ആ നോസിൽ ഇട്ടിട്ടുണ്ട്. നോസിൽ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലവർ, അപ്പോൾ നമ്മൾ ക്രീമൊക്കെ പൊക്കി വെച്ച പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. അടുത്ത കൈ കൊണ്ട് ജസ്റ്റ് ആ നോസിലിൻ്റെ ആ പോർഷനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിരുന്നാൽ മതി. മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് വെച്ചൊന്ന് കറക്കി കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഫ്ലവർ വരയ്ക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് ക്ലോക്ക് വൈസിൽ ഒന്ന് കറക്കി, ഒരൊറ്റ കറക്കൽ മാത്രം മതി. ഒരുപാട് പ്രാവശ്യം കറക്കിയെടുക്കണ്ട. ഇനി നമുക്കിതുപോലത്തെ ചെറിയ ഫ്ലവേഴ്സ് ഒന്ന് വരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പൊക്കിയാൽ മതി. ഇനി നമ്മൾ ആ ഗ്യാപ്പിൽ മുഴുവനും ഇതുകൊണ്ട് തന്നെ ഇതേ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരച്ചെടുക്കുകയാണേ. ശരിക്കും നമ്മളിതുപോലെ ഫ്ലവറൊക്കെ കേക്കിൻ്റെ മുകളിൽ ചെയ്യുമ്പം നിരപ്പായിട്ടുള്ള സ്ഥലത്ത് ചെയ്യാതെ പ്ലാറ്റ്ഫോം ഒന്ന് ക്രീം വെച്ച് തന്നെ കുറച്ചൊന്ന് പൊക്കിയിട്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ആ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ വലുതെന്ന് തുടങ്ങി അറ്റത്തോട്ട് വരുമ്പം ചെറുതാക്കി കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട്. ചെറിയ ഫ്ലവർ ഏറ്റവും അറ്റത്തായിട്ട്. ഇനി നമുക്ക് ബാക്കി എല്ലായിടത്തും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എവിടെയൊക്കെ ബ്ലാങ്ക് ഉണ്ടോ അവിടെ മൊത്തം ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ സിൽവർ പേൾസൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഞാനിത് താഴെ കൂടെ അതിൻ്റെ ഫ്ലവർ വെച്ച് വരച്ചു കൊടുക്കുകയാണ്. അതേ നോസിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പം ആദ്യം ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതല്ല, കാരണം വെച്ചാൽ വൈറ്റ് അല്ലേ, അതിനുശേഷം കളർ ചേർത്താലും മതി. ഞാൻ വിട്ടുപോയിരുന്നു ചെയ്യാനായിട്ട്. ഫുള്ള് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അതങ്ങനെ ക്രീമൊക്കെ വെച്ച് പൊക്കി വെച്ചതുകൊണ്ട് നല്ലൊരു റിച്ച് ലുക്ക് വരും. നമ്മുടെ കേക്കിന് തന്നെ ഒരു റിച്ച് ലുക്കായിരിക്കും. ആ ഫ്ലവേഴ്സൊക്കെ ഒരു ബൊക്കെ പോലെ ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയിലേ കാണാനായിട്ട്. ഒരു പ്രത്യേക ലുക്കാണ്. ഒരു സിമ്പിൾ വാനില കേക്ക് അതിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. അടുത്ത കട്ട് ചെയ്യുന്നതിന് മുമ്പ് കത്തി ഒന്ന് തുടച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതെടുക്കാം. അപ്പം എടുത്തു. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. കഴിക്കുമ്പോൾ അലിഞ്ഞിറങ്ങി പോകുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ നമ്മൾ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ്. ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള പോലെ അത് ആ രീതിയിൽ ഉണ്ടാക്കിയാലും മതി. കേക്കിൻ്റെ ടെക്സ്ചറിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ സോക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ സോക്ക് ചെയ്തിട്ടൊക്കെ കഴിച്ചാൽ മതി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാം. ഇതിൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ ഫില്ലിംഗ് ഇല്ലേ, ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ചിലർക്ക് ഈ കേക്ക് കഴിക്കുന്ന സമയത്ത് കേക്കിലൊന്നും എക്സ്ട്രാ കടിക്കുന്ന ഇഷ്ടമില്ലാത്തവർ
നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് നല്ല വായിലിട്ട് അലിഞ്ഞങ്ങ് ഇറങ്ങി പോകണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കായിരിക്കട്ടോ നല്ലത്. അപ്പോൾ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സെയിൽ ചെയ്യാനാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. ഈ ഒരു കേക്കിന് 450 to 550 ആ ഒരു റേഞ്ചിൽ സെയിൽ ചെയ്യാം. അത്രയല്ലേ നമ്മളിപ്പം സാധാരണ ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് വെറ്റ് ചെയ്തിരിക്കുന്നത്, മിൽക്ക് സിറപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മൾ റേറ്റ് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് അത്രയും കോസ്റ്റ് കൂടുന്നുണ്ടല്ലോ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.